കണ്ണൂരിൽ നിന്നും മസ്കറ്റിലേക്കുള്ള ഗോയർ അന്താരാഷ്ട്ര സർവീസിന് തുടക്കമായി. വ്യാഴാഴ്ച രാത്രി 9:45 പറന്നുയർന്ന A8055 വിമാനം 12:45 മസ്കറ്റിലെത്തി. അബുദാബിയിലേക്കുള്ള സർവീസ് വെള്ളിയാഴ്ച ആരംഭിക്കും. രാത്രി 10:10 പുറപ്പെടുന്ന A8053 വിമാനം രാത്രി 12:40 അബുദാബിയിലെത്തുന്നത്. മസ്കറ്റിലേക്കും തിരിച്ചും ആഴ്ചയിൽ 3 സർവീസ് വീതവും അബുദാബിയിലേക്കും തിരിച്ചും ആഴ്ചയിൽ 4 സർവീസ് വീതവുമാണ് ഗോയർ നടത്തുന്നത്. ഗോയറിലെയും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെയും ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ചടങ്ങിൽ ദീപം തെളിയിച്ച് കേക്ക് മുറിച്ച ശേഷമാണ് കണ്ണൂരിൽ നിന്നുള്ള കന്നി സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. മസ്കറ്റിൽ ജലാഭിവാദ്യത്തോടെയാകും വരവേൽപ്പ്. മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ഒമാൻ ഏവിയേഷൻ സർവീസുമായി ചേർന്നാണ് സ്വീകരണം ഒരുക്കുന്നത്. അബുദാബി എയർപോർട്ട്സ് കമ്പനിയുടെ മേൽനോട്ടത്തിലും വിപുലമായ സ്വീകരണ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. മസ്കറ്റ് അബുദാബി സർവീസുകൾ ഗോയറിനെ സംബന്ധിച്ചിടത്തോളം നാഴികക്കല്ലാണെന്ന് ഇന്റർനാഷണൽ സർവീസ് വൈസ് പ്രസിഡന്റ് അർജുൻ ദാസ് ഗുപ്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാലിയിലേക്കും ഫുക്കറ്റിലേക്കുമുള്ള സർവീസ് വിജയകരമായി ആരംഭിച്ച ശേഷം മിഡിൽ ഈസ്റ്റിന്റെ ആകാശവും കീഴടക്കാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. എയർ ഇന്ത്യയെ അപേക്ഷിച്ച് കുറഞ്ഞ നിരക്കാണ് ഗോയർ ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ആഴ്ചത്തേക്കുള്ള ബുക്കിംഗ് പൂർത്തിയായി. കണ്ണൂരിൽ നിന്നുള്ള തിരുവനന്തപുരം ന്യൂഡൽഹി സർവീസുകളുടെ കാര്യം ഗൗരവപൂർവ്വം പരിഗണിക്കുകയാണെന്നും ഉടനെ ആരംഭിക്കാൻ കഴിയുമെന്നും അർജുൻ ദാസ് ഗുപ്ത വ്യക്തമാക്കി. ഉദ്ഘാടന തീയതി മുതൽ കണ്ണൂർ വിമാനത്താവളവുമായി സഹകരിക്കുന്ന ഗോയർ അന്താരാഷ്ട്ര സർവീസും ആരംഭിക്കുന്നുവെന്നത് ഏറെ സന്തോഷകരമാണെന്നും കിയാൽ മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. ഇൻഡിഗോ ഇതിനകം തന്നെ കണ്ണൂരിൽ നിന്നുള്ള സർവീസുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മാർച്ചിൽ വേനൽക്കാല ഷെഡ്യൂൾ വരുന്നതോടെ കൂടുതൽ കമ്പനികൾ സർവീസ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗോയർ വൈസ് പ്രസിഡന്റും ഇതിൽ പങ്കെടുത്തു. യാത്രക്കാർ ടിക്കറ്റുകൾ ഗോയർ വെബ്സൈറ്റ് www.goair.in എന്ന ഓൺലൈൻ ട്രാവൽ പോർട്ടലുകളോ വഴിയോ ബുക്ക് ചെയ്യാവുന്നതാണ്. ഗോയർ കോൾ സെന്ററുകൾ, എയർപോർട്ട് ടിക്കറ്റിംഗ് ഓഫീസുകൾ, ട്രാവൽ ഏജന്റ്, ഗോയർ മൊബൈൽ ആപ്പ് എന്നിവയിലൂടെയും ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്.